ഇതുപോലെ ഒരു മോറൽ ഹൈഗ്രൗണ്ട് ഒക്കെ ഇവിടെ വലിയ തോതിൽ എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വലിയ മോശക്കാര്, നമ്മൾ മാത്രം വലിയ സംഭവം, ഇസ്ലാമിന്റെ വക്താക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയും. എനിക്ക് ഉസ്താദിനോട് പോലുള്ള ആളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരെ ബോധിക്കാതിരിക്കുന്നത് ഈ ഖുർആനിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഖുർആൻ ഒന്നും പാലിക്കാതെ ഇവിടെ ജീവിക്കുന്ന ലോകത്ത് 25% പോലും ഇല്ലാത്ത ഈ മുസ്ലിം സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവിടെ 75%-ലധികം ഇവിടെ മറ്റു മതക്കാരാണ്. നിങ്ങൾ അവരെങ്ങനെയാണ് ഇത് പാലിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല തവണ സംസാരിച്ച് ഇവിടെ തേഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഒരാള് ഇതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളായാലും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളതൊക്കെ ഇവിടെ അതിന്റെ വിദഗ്ധർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ആദ്യം ഒന്ന് ഒതുക്കി വെക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ ഒരു വീഡിയോയുടെ താഴെ ഇതിലും വലിയ മറുപടികൾ സ്വപ്നങ്ങളിൽ മാത്രം. ഒരുപക്ഷെ ഈ ഉസ്താദ് കൊടുത്ത മറുപടി ഇവിടെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്യാതെ ചോദ്യം മാത്രം പോസ്റ്റ് ചെയ്താവാം. എന്താണെങ്കിലും വലിയ എന്തോ നിധി കിട്ടിയതുപോലെയാണ് ഇതിന് താഴെയുള്ള ഇത്തരം ആളുകളുടെ കമന്റ് വായിച്ചാൽ. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ മറുപടി പറയുന്നത്. ഇസ്ലാം മതത്തിന്റെ ആരംഭം തന്നെ ഖുർആൻ കൊണ്ടല്ല, ഖുർആൻ മുതലല്ല ഇസ്ലാം ആരംഭിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമല്ല ഇസ്ലാം ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മതങ്ങൾ തമ്മിലുള്ള ചർച്ചയല്ല. മതമില്ല എന്ന് വാദിക്കുന്ന യുക്തി കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, യുക്തിയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന യുക്തിയില്ലാത്ത ആളുകളുമായിട്ടുള്ള ചർച്ചയാണിത്. ഖുർആൻ കൊണ്ട് ഇസ്ലാം മതം ആരംഭിച്ചു എന്ന് പറയുമ്പോഴാണ് ലോകത്ത് 25% മാത്രം വരുന്ന മുസ്ലിമീങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ തങ്ങളുടെ സഹോദരിമാരെയും മാതാപിതാക്കളെയൊക്കെ ലൈംഗികമായി സമീപിക്കുകയാണോ എന്ന ചോദ്യം വരുന്നത്. അല്പം കൂടെ ചരിത്രം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യനാരാ? ഈ ലോകത്തെ മനുഷ്യ സങ്കല്പം തന്നെ ഭൂമിയിൽ നിന്നല്ല. ബനു ആദം, ആദമിന്റെ പുത്രൻ, ആകാശ സന്തതി. ആദം എവിടെ നിന്ന് വന്നാണ്? ആദം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നാണ്. ആദം നബിയെയും ഹൗവയെയും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു. അവിടെ നിന്നാണ് പിന്നീട് മക്കൾ ഉണ്ടായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദം നബിയുടെയും ഹവ്വാബിയുടെയും മക്കൾ ഖാബീല്, ഹാബീല്, അവർക്ക് പെൺകുട്ടികളുണ്ടല്ലോ. ആദ്യത്തെ കല്യാണം സഹോദരിയും സഹോദരനും തമ്മിലല്ലേ? അപ്പോൾ ഇവർ ഒരു ഫ്രീ തിങ്കർ ആയിരുന്നോ? ഇവർ ലിബറലിസ്റ്റുകളായിരുന്നു. ഇത് മോശം സംസ്കാരമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ ഇത്തരം ചാനൽ ചർച്ചകൾ അന്ന് ഇല്ലായിരുന്നല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ പറയുന്ന യുക്തി അനുസരിച്ച് ഒരു കുരങ്ങു വാപ്പയിൽ നിന്നും കുരങ്ങു ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യൻ ആവിർഭവിച്ചതെങ്കിൽ, മനുഷ്യൻ പരിണമിച്ചതെങ്കിൽ, അവിടെ പിന്നീട് മനുഷ്യപുത്രന്മാർ മുന്നോട്ടുള്ള അവരുടെ യാത്രകൾ എങ്ങനെയായിരുന്നു? അവർ അവരുടെ സഹോദരിയെ കല്യാണം കഴിച്ചു. അവർ അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ രക്തത്തിലുള്ള പെൺകുട്ടികളുമായി സംഗമിച്ചു. അപ്പൊ ഇത് മോശമാണ് ഈ സംസ്കാരം എന്ന് ചൂണ്ടിക്കാട്ടാൻ അവിടെ ആരുണ്ടായിരുന്നു? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവരും ഫ്രീ തിങ്കർ ആയിരുന്നോ? അവരും ലിബറലിസ്റ്റുകളായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കുരങ്ങു വാപ്പയിൽ നിന്നും കുരങ്ങു ഉമ്മയിൽ നിന്നും ഉണ്ടായ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ക്രയവിക്രയങ്ങൾ നടത്തുവാനും അതുപോലെ വിദ്യാഭ്യാസം നേടുവാനും വിദ്യാഭ്യാസവും അറിവും എവിടുന്ന് കിട്ടി? എങ്ങനെ ജീവിക്കണം എന്ന പാത, മുന്നോട്ടുള്ള പാത, ആ ഒരു കൺസെപ്റ്റ് കിട്ടി? ഒരുപക്ഷെ പറഞ്ഞേക്കാം മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു. മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുകയും മനുഷ്യൻ തന്നെ മഹാന്മാരായ ദാർശനികന്മാർ അവർ എഴുതി വെച്ചു. അത്തരം തിയറികളിൽ നിന്നും മനുഷ്യൻ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചു, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യൻ തന്നെ കണ്ടെത്തി സഹോദരിയാണ്, അമ്മയാണ്, ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നും ആരെയാണ് ഇണയായി കാണേണ്ടതെന്നും. എന്നാൽ ആ വാദം തെറ്റാണെന്ന് ഇന്ന് നിങ്ങളിൽ തന്നെ കുറെ ആളുകൾ, യുക്തിയുണ്ടെന്ന് ധരിക്കുന്ന നിങ്ങളിൽ തന്നെ കുറെ ആളുകൾ ആ വാദം തെറ്റാണെന്ന് പറയുകയും എല്ലാ സ്ത്രീകളും ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിപ്പിക്കാവുന്നതാണ്, അവർക്ക് സമ്മതമുണ്ടെങ്കിൽ അതിന് ലിവിങ് ടുഗദർ എന്ന് പേരിട്ട് അതൊരു സംസ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിടന്ന് തുടങ്ങാം. ആദം നബിയും ഹവ്വാ ബീബിയുടെയും മക്കൾ അവരും സഹോദരിയും സഹോദരന്മാരും തമ്മിൽ കല്യാണം കഴിച്ചവരാണ്.
കാരണം ഒരു മനുഷ്യന്റെ മുൻപോട്ടുള്ള പ്രസരിപ്പിന് അത് ആവശ്യമായിരുന്നു. അവിടെയും അത് തെറ്റായ സംസ്കാരമാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്ലാം അല്ലാത്തൊരു കൺസെപ്റ്റ് ലോകത്തില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? ഖുർആനിൽ നിന്നുമല്ല ഇസ്ലാം ആരംഭിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഇസ്ലാമിന്റെ ഉപജ്ഞാതാവ്. കാരണം ഇസ്ലാം മതത്തിലെ ദൈവം അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ മനുഷ്യനിൽപ്പെട്ട ആദ്യത്തെ സൃഷ്ടിയാണ് ആദം നബി. അതുകൊണ്ട് തന്നെ ആദം നബി അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇസ്ലാം അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ആ ആദം നബിയുടെയും ഹൗവ ബീബിയുടെയും മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ടുള്ള പ്രസരിപ്പിന് അത് ആവശ്യമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഇബിലീസ് എന്നൊരു വ്യക്തി എടുക്കുന്നത്. ആ ഇബിലീസിനെ അള്ളാഹുവിന് സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നു? അടുത്തൊരു ചോദ്യം വരും. അത് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നുള്ളൂ. കാരണം മനുഷ്യന് ഒരേ സമയം ഇബിലീസിനെ അനുസരിക്കാനും കാണാത്ത അള്ളാഹുവിൽ വിശ്വസിക്കുവാനും ഉള്ള ബുദ്ധി കൊടുത്താണ് അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചത്. എത്രത്തോളം അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അടിമപ്പെടുന്നു, ഈ അടിമത്തോടുള്ള വിഷയം, ഈ നിയമങ്ങൾക്ക് അടിമപ്പെട്ട് അനുസരണയോട് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു താൽക്കാലിക ഭവനം മാത്രമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ മുന്നോട്ടുള്ള യാത്രയിൽ ഇബ്ലീസ് അവനെ തെറ്റായ സംസ്കാരത്തിലേക്കും ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നും സ്മരണയിൽ നിന്നും അനുസരണത്തിൽ നിന്നും ഒരുപാട് വഴിദൂരം മുന്നോട്ട് നയിക്കുവാൻ തുടങ്ങി. ഇത്തരം സാഹചര്യങ്ങളിലാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന വ്യവസ്ഥ, അതാണ് ലൈഫ് സിസ്റ്റം, ഇതിന് ദീൻ എന്ന് പറയാം. ഈ ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കേണ്ടി വരുന്നത്. നോക്കൂ, ആദം നബി, ഇദ്രീസ് നബി തുടങ്ങിയത് നബിമാരാണ്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂൽ എന്നാലാണ് കൃത്യമായി നിയമസംഹിതയുമായി ഭൂമിയിലേക്ക് വരുന്നത്. ആദ്യമായി വന്നത് നൂഹ് നബി അലൈഹിസ്സലാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം അന്നും ഉണ്ട്. നോഹ എന്ന് അവർ പറയുമെങ്കിലും ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ നിയമസംഹിത അനുസരിച്ച് ആരെല്ലാം അതിൻ്റെ അണ്ടറിൽ വന്നോ അവരൊക്കെ മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്. അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന ജീവിത വ്യവസ്ഥ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വരുന്തോറും പ്രവാചക അനന്തരം എന്ന് വെച്ചാൽ ഓരോ പ്രവാചകനും ശേഷം പിന്നീടുള്ള ഗ്യാപ്പിൽ വീണ്ടും ജനങ്ങൾ വഴിതെറ്റി പോകുന്നു. വീണ്ടും ഇത്തരം ദുർഘടമായ പിഴച്ച ചിന്തകളിലേക്ക് പോകുന്നു. കാരണം ഇബ്ലീസാണ്. അവിടെ വീണ്ടും എന്ത് ചെയ്യും? ഒരു ജനത ഭൂരിഭാഗവും വഴിതെറ്റുമ്പോൾ അവിടെ ഒരു അപ്ഡേഷൻ വേണ്ടി വരുന്നു. പിന്നീട് അവിടെ പുതിയ സംസ്കാരം രൂപപ്പെടുന്നു. പിന്നീട് പ്രവാചകൻ വരുന്നു. അങ്ങനെ കാലകാലമായി പ്രവാചകന്മാർ വന്നതിന് ശേഷം ഏറ്റവും ഒടുവിലുള്ളതാണ് പരിശുദ്ധ ഖുർആനും ഖാത്തിമുൻ നബിയീൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചർ ഖുർആനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ മണ്ടന്മാരാണോ എന്ന നിങ്ങളുടെ ചോദ്യം, ശരിക്കും എല്ലാ ജനങ്ങളെയും കൾച്ചർ പഠിപ്പിച്ചത് തന്നെ അള്ളാഹുവാണ്, പ്രവാചകന്മാരാണ്. അവിടെ നിന്ന് മനുഷ്യർ വഴിതെറ്റിയാണ് വേറെ മതത്തിലേക്ക് പോയത്. ചരിത്രം പഠിച്ചു നോക്കണം. ഇനി ഇതിനെയൊക്കെ മാറ്റിവെച്ചാൽ, ഈ പറഞ്ഞ ഒരു ഏരിയ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിടത്തും തുടങ്ങാം. കുരങ്ങ് വാപ്പയിൽ നിന്നും കുരങ്ങ് ഉപ്പയിൽ നിന്നുമാണ് മനുഷ്യനുണ്ടായതെങ്കിൽ മനുഷ്യനെ സംസ്കാരം പഠിപ്പിച്ചത് ആര്? മനുഷ്യൻ അറിവുകൾ നേടിയത് എങ്ങനെ? അത് മനുഷ്യൻ തന്നെ ആലോചിച്ച് ചിന്തിച്ചെടുത്തതാണെങ്കിൽ, മനുഷ്യരാൽ രൂപപ്പെട്ട സംസ്കാരമാണെങ്കിൽ അവർക്കിടയിലെ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നത്, പ്രശ്നമില്ലാതെ മുന്നോട്ട് ജീവിക്കുന്ന ഈ ജീവിത പ്രക്രിയ എന്നും ചർച്ചയ്ക്ക് വിധേയമായിരിക്കും. കാരണം ഒരു വിഭാഗം ആളുകൾ പറയുന്നു സ്ത്രീ പുരുഷ സമത്വം, എല്ലാവർക്കും എല്ലാവരുടെയും തോളിലും കൈയിട്ട് നടക്കാം, ആർക്കും ആരുടെ ഭാര്യയും ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകാം, ആർക്കും ആരുടെ കൂടെയും കിടക്കാം എന്ന സമ്മതമാണെങ്കിൽ എന്ന് കുറേ ആളുകൾ പറയും. അത് മോശമാണ് എന്ന് കുറേ ആളുകൾ പറയും. അപ്പോൾ ഇത് ശരിയാണെന്നുള്ള ചിന്ത എവിടുന്ന് കിട്ടി? ഇത് മോശമാണെന്നുള്ള ചിന്ത എവിടുന്ന് കിട്ടി? പക്ഷെ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അന്നും ഇന്നും എന്നും ഒരേ തോട്ട് മാത്രം, ആ നിയമത്തിനനുസരിച്ച് പോയാൽ മതി. ഇവിടെ തർക്കമില്ല, പ്രശ്നമില്ല. ഇത് മതങ്ങൾ തമ്മിലുള്ള ചർച്ചയല്ല, മതമില്ല എന്ന് പറയുന്ന യുക്തിവാദിയോടുള്ള ചർച്ചയാണ്.